Dear, welcome back to Arcanex. So, +2 മോഡൽ എക്സാമിന് കെമിസ്ട്രിയിൽ പഠിച്ചിരിക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട ടോപ്പിക്കുകൾ സ്പീഡ് ആയിട്ട് അങ്ങ് പഠിച്ചു പോകുക. ഈ സൊല്യൂഷനിലേക്ക് പോകുന്ന സമയത്ത് എന്തൊക്കെയാണ് പഠിക്കേണ്ടത്? ആദ്യം പഠിക്കേണ്ടത് ഡിഫറൻഷിയേറ്റ് മൊളാരിറ്റി ആൻഡ് മൊളാലിറ്റി. മൊളാലിറ്റിയും റിലേറ്റ് ചെയ്ത പ്രോബ്ലംസ്, ന്യൂമറിക്കൽസ്, NCERT-യിലുള്ള ന്യൂമറിക്കൽസ് അതേപോലെ ചോദിക്കാറുണ്ട്. റോൾസ് ലോ ചോദിക്കും. ഡെഫിനിഷൻ തന്നെയായിട്ടല്ലേ? റോൾസ് ലോയുടെ ഡെഫിനിഷൻ തന്നെ ചോദിക്കാറുണ്ട്. അടുത്ത് ഐഡിയൽ സൊല്യൂഷനും നോൺ ഐഡിയൽ സൊല്യൂഷനും പോസിറ്റീവ് ഡീവിയേഷനും അവരുടെ നെഗറ്റീവ് ഡീവിയേഷനും വിത്ത് എക്സാമ്പിൾ. NCERT-യിലെ മുഴുവൻ എക്സാമ്പിളുകളും പഠിച്ചിരിക്കും. അതായത് പോസിറ്റീവ് ഡീവിയേഷൻ എത്തനോൾ വാട്ടർ കോമ്പസിഷൻ, എത്തനോൾ അസറ്റോൺ കോമ്പസിഷൻ പോസിറ്റീവ് ഡീവിയേഷൻ ആണെങ്കിൽ ക്ലോറോഫോം അസറ്റോൺ കോമ്പസിഷൻ നെഗറ്റീവ് ഡീവിയേഷൻ ആണ്. അതുമായിട്ട് ബന്ധപ്പെട്ട ക്വസ്റ്റ്യൻ ഉണ്ടാവും. അസിയോട്രോപിക് മിക്സ്ചേഴ്സ് എന്താണ്? ഇല്ലാതെ ക്വസ്റ്റ്യൻ പേപ്പർ ഇല്ല. അസിയോട്രോപിക് ഇല്ലാതെ ക്വസ്റ്റ്യൻ പേപ്പർ ഇല്ല. നെക്സ്റ്റ് കോളിഗേറ്റീവ് പ്രോപ്പർട്ടീസ്. ഏതൊക്കെയാണ് ആ പ്രോപ്പർട്ടീസ്? അതുമായിട്ട് ബന്ധപ്പെട്ട ന്യൂമറിക്കലുകൾ എക്സാമിന് ചോദിക്കും. വാൻഡോ ഫാക്ടർ എനിക്ക് വെരി ഇമ്പോർട്ടന്റ്. വാൻഡോ ഫാക്ടർ ഇല്ലാതെ ഏറ്റവും ഇമ്പോർട്ടന്റ്. അസറ്റിക് ആസിഡ് ബെൻസീനിലേക്ക് എടുത്താൽ വാൻഡോ ഫാക്ടർ ഗ്രേറ്റർ ദാൻ 1 ആയിരിക്കും ലെസ് ദാൻ 1 ആയിരിക്കും എന്നുള്ള ക്വസ്റ്റ്യൻ ഒക്കെ ഉണ്ടാവാം. ആ ചാപ്റ്ററിൽ ഓൾമോസ്റ്റ് എല്ലാ ടോപ്പിക്സും ആയി. അപ്പൊ കഴിഞ്ഞ വർഷം മോഡൽ എക്സാമിന് ഏറ്റവും കൂടുതൽ വെയിറ്റേജ് കിട്ടിയ ഒരു ചാപ്റ്റർ ആണ്. നെക്സ്റ്റ് വൺ ഇസ് ഇലക്ട്രോ കെമിസ്ട്രി. Calculation of standard EMF, EMF, standard EMF calculate. E0 EMF is equal E0 cathode minus E0 anode എന്നുള്ള ഇക്വേഷൻ ഉപയോഗിക്കുക. നേഴ്സ്റ്റ് ഇക്വേഷൻ ഏതെങ്കിലും ഒരു സെൽ റിയാക്ഷൻ തന്നിട്ട് അതിന്റെ നേഴ്സ്റ്റ് ഇക്വേഷൻ എഴുതാൻ പറയാറുണ്ട്. നെക്സ്റ്റ് നേഴ്സ്റ്റ് ഇക്വേഷനിൽ നിന്ന് ഇക്വിലിബ്രിയം കോൺസ്റ്റന്റ് ഡിറൈവ് ചെയ്തെടുക്കാൻ ആ ഒരു ഡെറിവേഷൻ ഈ ഒരു എൻജിനെ കാണുന്നില്ല. എൻജി അവിടെ നിന്ന് പറയുന്നത്. ഓക്കെ, അടുത്ത വേരിയേഷൻ ഓഫ് കണ്ടക്ടിവിറ്റി ആൻഡ് മോളാർ കണ്ടക്ടിവിറ്റി ഓൺ ഡയലൂഷൻ. മോളാർ കണ്ടക്ടിവിറ്റിയും കണ്ടക്ടിവിറ്റിയും ഡയലൂട്ട്, ഒരു സൊല്യൂഷനെ ഡയലൂട്ട് ചെയ്താൽ മോളാർ കണ്ടക്ടിവിറ്റിയും എങ്ങനെ വാരി ചെയ്യും എന്ന് ചോദിക്കും. അതായത് കോൾറോഷസ് ലോ ഡിഫൈൻ ചെയ്യാനും 1 മാർക്കിനും സ്ഥിരം ചോദിക്കുന്ന ഒരു ചോദ്യമാണ്. ആ ലോ ഡിഫൈൻ ചെയ്യാൻ നിങ്ങൾക്ക് അറിയാമായിരിക്കണം. 3 മാർക്കിന് പ്രോബ്ലം, കോളറേഷൻസ് ലോന്റെ പ്രോബ്ലം ഇല്ലാതെ ക്വസ്റ്റ്യൻ പേപ്പർ ഇറങ്ങില്ല. ലോവുമായിട്ട് ബന്ധപ്പെട്ട ന്യൂമറിക്കലുകൾ എക്സാമിന് ഉണ്ടാവും. എപ്പോഴും ഉണ്ടാവാറുണ്ട്. കൊമേഴ്ഷ്യൽ സെല്ലുകൾ ചോദിക്കും അല്ലെ? പ്രൈമറി സെല്ലും സെക്കൻഡറി സെല്ലും ഒക്കെ ഐഡന്റിഫൈ ചെയ്യാൻ ചോദിക്കും. അതിന്റെ എക്സാമ്പിളുകൾ നിങ്ങൾക്ക് വ്യക്തമായിട്ട് ഇലക്ട്രോ കെമിസ്ട്രി പഠിക്കുന്ന ഒരു കുട്ടി ഈ 2 സെഷൻ പഠിക്കാതെ പോകണ്ട. ഇതിൽ നിന്നായിരിക്കും മാക്സിമം 10 മാർക്ക് ക്വസ്റ്റ്യൻ ഉണ്ടെങ്കിൽ 5 മാർക്കും ഈ 2 സെഷൻ ആയിരിക്കും. ഓർമ്മിച്ചോ? ഓക്കെ, നെക്സ്റ്റ്. അടുത്ത ചാപ്റ്റർ കെമിക്കൽ കൈനറ്റിക്സ് ആണ്. ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ട് ഓർഡറും മോളിക്കുലാരിറ്റിയും തമ്മിലുള്ള 4 ഡിഫറൻസ് എങ്കിലും നിങ്ങൾ പഠിച്ചു വെക്കണം. 2 മാർക്കിന് സ്ഥിരം ചോദിക്കാറുണ്ട്. റിയാക്ഷനുകളുടെ റേറ്റിനെ അഫക്ട് ചെയ്യുന്ന ഫാക്ടേഴ്സ് ചോദിക്കാറുണ്ട്. ഏതൊക്കെ ഫാക്ടർ ആണ് റിയാക്ഷൻ റേറ്റിനെ അഫക്ട് ചെയ്യുന്നത്? അതേപോലെ ഇന്റഗ്രേറ്റഡ് റേറ്റ് ഇക്വേഷൻ ഫസ്റ്റ് സീറോ ഓർഡർ റിയാക്ഷനെയും ഫസ്റ്റ് ഓർഡർ റിയാക്ഷനെയും ഇന്റഗ്രേറ്റഡ് റേറ്റ് ഇക്വേഷൻ മാർക്കിന് സ്ഥിരം ചോദിക്കുന്നതാണ്. അത് 2 മാത്രം പഠിച്ചാൽ മതി. അതേപോലെ ഹാഫ് ലൈഫ് ചോദിക്കുക. അതിന്റെ ഇക്വേഷൻ പഠിക്കണം, അതിന്റെ ഡെറിവേഷൻ പഠിക്കണം. സ്ഥിരം എനിക്ക് തോന്നുന്നു ഇന്റഗ്രേറ്റഡ് റേറ്റ് ഇക്വേഷനേക്കാൾ ഉപരി കൂടുതലായിട്ട് ഹാഫ് ലൈഫിനാണ്. യെസ്, രണ്ടുമായിട്ട് ബന്ധപ്പെട്ട് ഇന്റഗ്രേറ്റഡ് റേറ്റ് ഇക്വേഷൻ വെച്ചിട്ടും കെയ്ഡ് ഇക്വേഷൻ ആണ്. അതേപോലെ ഹാഫ് ലൈഫ് ടി ഹാഫ് വെച്ചിട്ടുമുള്ള നിരവധി ന്യൂമറിക്കൽസ് സ്ഥിരം എക്സാമിന് അതിൽ പെർസെന്റേജ് വെച്ചിട്ടുള്ളത് കൂടുതലായിട്ട് കഴിഞ്ഞ വർഷങ്ങളിൽ ചോദിച്ചിട്ടുണ്ട്. അരീനിയസ് ഇക്വേഷൻ വളരെ ഇമ്പോർട്ടന്റ് ആണ്. അതിൽ ഓരോ ടേമുകളും എന്താണെന്ന് എക്സ്പ്ലെയിൻ ചെയ്യാൻ ചോദിക്കും. അരീനിയസ് ഇക്വേഷൻ വെച്ചിട്ടുള്ള ലാസ്റ്റ് ആ ഒരു ഇക്വേഷൻ യൂസ് ചെയ്തിട്ടുള്ള ന്യൂമറിക്കൽസ്. 2 ടെമ്പറേച്ചറിൽ K1 K2 കണ്ടിട്ട് ആക്ടിവേഷൻ എനർജി കാണാനുള്ള പ്രോബ്ലം ഉണ്ട്. ആക്ടിവേഷൻ എനർജിയുടേത്. ദെൻ കാറ്റലിസ്റ്റിന്റെ ഇഫക്ട് കഴിഞ്ഞ എക്സാമിന് ചോദിച്ചിരുന്നു. എന്താണ് കൊളീഷൻ ഫ്രീക്വൻസി എന്താണ്? അത് ഡിഫൈൻ ചെയ്യാനൊക്കെ കഴിഞ്ഞ എക്സാമിന് വന്നിരുന്നു. ആക്ടിവേഷൻ എനർജി ഡിഫൈൻ ചെയ്യാൻ നമ്മൾ എക്സ്പെക്ട് ചെയ്യാത്ത ഒരു പാർട്ടാണ് ഈ എഫക്ട് ഓഫ് കാറ്റലിസ്റ്റ് എന്ന് പറയുന്നത്. അതിനിടയിൽ കുറച്ച് ക്വസ്റ്റ്യൻസ് ഉണ്ട്, 1 മാർക്ക് ക്വസ്റ്റ്യൻ ഒക്കെ. അത് എപ്പോഴും ഹൈലൈറ്റ് ചെയ്യാറുണ്ട് അവർ. ഓക്കേ, നെക്സ്റ്റ്. ഓക്കേ, അടുത്ത ചാപ്റ്റർ ഡി ആൻഡ് എഫ് ബ്ലോക്ക് എലമെന്റ് ആണ്. അതായത് 2 മാർക്കിന് ഈ ഒരു ചാപ്റ്ററിൽ നിന്ന് 100% ഉറപ്പിക്കാവുന്ന ചോദ്യമാണ് ലാന്തനോയിഡ് കൺട്രാക്ഷൻ. പഠിക്കാനും പറ്റും അല്ലേ? എന്താണ് ലാന്തനോയിഡ് കൺട്രാക്ഷൻ? അതിന്റെ കോൺസിക്വൻസ് എന്താണ്? റീസൺ എന്താണെന്നൊക്കെ ചോദിക്കും. സിർക്കോണിയത്തിനും ഹാഫ്നിയത്തിനും ഐഡന്റിക്കൽ റേഡിയയാണ്. അതിന്റെ റീസൺ എന്താണെന്നൊക്കെ ചോദിക്കും. എല്ലാത്തിനും ആൻസർ ആയിട്ട് വരുന്നത് ലാന്തനോയിഡ് കൺട്രാക്ഷൻ ആണ്. കഴിഞ്ഞ തവണ എനിക്ക് ആക്ടിനോയിഡ് കൺട്രാക്ഷനെ പറ്റി വരെ ചോദിച്ചിരുന്നു. പൊട്ടാഷ്യം പെർമാംഗനേറ്റിനെയും പൊട്ടാഷ്യം ഡൈക്രോമേറ്റിനെയും പ്രിപ്പറേഷൻ ഇല്ലാതെ ക്വസ്റ്റ്യൻ പേപ്പർ ഇറങ്ങാറില്ല. സ്ഥിരമാണ്. അവിടെ തന്നെ നിങ്ങൾ മാംഗനേറ്റ് അയോണിന്റെയും പെർമാംഗനേറ്റ് അയോണിന്റെയും ക്രോമേറ്റ് അയോണിന്റെയും ഡൈക്രോമേറ്റ് അയോണിന്റെയും സ്ട്രക്ചർ NCERT-ൽ ഈ 4 സ്ട്രക്ചറും കൊടുത്തിട്ടുണ്ട്. ആ സ്ട്രക്ചർ കൂടി അവിടുന്ന് വരയ്ക്കാൻ പഠിച്ചേക്കാം. മാഗ്നറ്റിക് ബിഹേവിയർ ആൻഡ് കോംപ്ലക്സ് ഫോർമേഷൻ റെഡി അല്ലേ? എന്തുകൊണ്ട് അവർ കോംപ്ലക്സുകൾ ഫോം ചെയ്യുന്നു? എന്തുകൊണ്ട് അവർ നല്ല കാറ്റലിസ്റ്റുകളായിട്ട് ആക്ട് ചെയ്യുന്നു? എന്തുകൊണ്ട് അവർ കളേർഡ് കോംപ്ലക്സുകൾ ഫോം ചെയ്യുന്നു? അലോയ്സ് ഫോം ചെയ്യുന്നു? ഇതിന്റെയൊക്കെ റീസൺ ഒരു സെന്റൻസിൽ പഠിച്ചു വെച്ചാൽ മതി. റീസൺ 1 മാർക്കിനും 2 മാർക്കിനും ചോദിക്കാറുണ്ട് സ്ഥിരം. ദെൻ മാഗ്നറ്റിക് മൊമെന്റ് മ്യൂ കാൽക്കുലേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ചോദിക്കും. √n/n+2 വെച്ച് അത് ഡയമാഗ്നറ്റിക് ആണോ പാരാമാഗ്നറ്റിക് ആണോ എന്നൊക്കെ ഐഡന്റിഫൈ ചെയ്യാനായിട്ട് ഈ ഒരു ചാപ്റ്ററിൽ നിന്ന് ചോദിക്കാറുണ്ട്.
യെസ് ആൻഡ് കോർഡിനേഷൻ കോമ്പൗണ്ട്സ്. ഒരിക്കലും നമ്മൾ എക്സ്പെക്ട് ചെയ്യില്ല, വളരെ ഈസി ആണെന്ന് തോന്നുമെങ്കിൽ പോലും ഈസി അല്ലാത്തൊരു ചാപ്റ്ററാണ് കോർഡിനേഷൻ കോമ്പൗണ്ട്. IUPSC നോമൻക്ലേച്ചർ ഇല്ലാതെ ക്വസ്റ്റ്യൻ പേപ്പർ ഇല്ല. നിങ്ങൾ ഏത് ക്വസ്റ്റ്യൻ പേപ്പർ എടുത്താലും IUPSC നോമൻക്ലേച്ചർ ഉണ്ടാവും. അവിടെ ഐസോമറിസം, സ്ട്രക്ചറൽ ഐസോമറിസവും സ്റ്റീരിയോ ഐസോമറിസം, അതിൽ ലിങ്കേജ് ഐസോമറിസം എന്താണ് സ്ഥിരമായിട്ട് ക്വസ്റ്റൻ. ലിങ്കേജ് ഐസോ MA3 B3 ടൈപ്പ് കാണിക്കുന്ന ജോമെട്രിക്കൽ ഐസോമറിസം ഏതാണ്? ഫേഷ്യൽ ഐസോമറിസം, മെറിഡിയനൽ ഐസോമറിസം. പക്ഷെ നമ്മൾ ഇതിൽ എഴുതാത്ത ഒരു ഏറ്റവും ഇമ്പോർട്ടന്റ് ആയി കഴിഞ്ഞ വർഷങ്ങളൊക്കെ ചോദിച്ചാണ് ഡബിൾ സോൾട്ടുകളും കോർഡിനേഷൻ കോമ്പൗണ്ടുകളും തമ്മിലുള്ള ഡിഫറൻസ്. വെർണേഴ്സ് തിയറി നമ്മൾ എക്സ്പെക്ട് ചെയ്യാത്ത ക്വസ്റ്റൻ ആണ് വെർണേഴ്സ് തിയറി. ഇതൊക്കെ അവർ ഹൈലൈറ്റ് ചെയ്യും. അതായത് നമ്മൾ എന്താണോ സ്കിപ്പ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് അത് ഹൈലൈറ്റ് ചെയ്യുന്ന ഒരു ചാപ്റ്റർ ആണ് ഇത്. ലിഗാൻഡുകൾ എന്താണ്? ആംബിഡന്റേറ്റ് ലിഗാൻഡുകൾക്ക് എക്സാമ്പിൾ, ഡൈഡന്റേറ്റ് ലിഗാൻഡുകൾക്ക് എക്സാമ്പിൾ, അതൊക്കെ 1 മാർക്കിന് സ്ഥിരം ഈ ഒരു ചാപ്റ്ററിൽ നിന്ന് വരുന്ന ചോദ്യങ്ങളാണ്. മെറ്റൽ കാർബണൈൽസിൽ നിന്നും കഴിഞ്ഞ വർഷം ചോദ്യം ഉണ്ടായിരുന്നു, അവരുടെ ബോണ്ടിങ്, മെറ്റൽ കാർബണൈൽസിലെ ബോണ്ടിങ് എക്സ്പ്ലെയിൻ ചെയ്യാനായിട്ട് ചോദ്യം. ക്രിസ്റ്റൽ ഫീൽഡ് സ്പ്ലിറ്റിംഗ് ഡയഗ്രാം ഓഫ് ഒക്ടാഹെഡ്രൽ ആൻഡ് ടെട്രാഹെഡ്രൽ. മക്കളെ ഓർമ്മിച്ച് വെക്കുക, ഒക്ടാഹെഡ്രൽ നിങ്ങൾ എപ്പോഴും പഠിച്ചു പോകുന്നതാണ്, ടെട്രാഹെഡ്രൽ പഠിക്കാറില്ല. ഓർമ്മിച്ചോ, ഈ എക്സാമിന് ടെട്രാഹെഡ്രൽ ഡയഗ്രം ചോദിക്കും. യെസ്, അതേപോലെ ഹൈബ്രിഡൈസേഷൻ കാൽക്കുലേറ്റ് ചെയ്യാൻ വേണ്ടി ചോദിക്കാറുണ്ട്. ഹൈബ്രിഡൈസേഷൻ വെച്ചിട്ട് ഔട്ടർ ഓർബിറ്റൽ കോംപ്ലക്സ് ആണോ ഇന്നർ ഓർബിറ്റൽ കോംപ്ലക്സുകളാണോ എന്നൊക്കെ ചോദിക്കാറുണ്ട്. അതൊരു വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു പോർഷൻ ആണ് ഈ ഒരു ചാപ്റ്ററിൽ, ഹൈബ്രിഡൈസേഷൻ. യെസ്, ഹാലോ അൽക്കീൻസ് ആണ് വളരെ രസകരമായ ചാപ്റ്ററാണ്. പ്രിപ്പറേഷൻ യൂസിംഗ് തയോണൈൽ ക്ലോറൈഡ്. ആൽക്കൈൽ ക്ലോറൈഡ് പ്രിപ്പയർ ചെയ്യാൻ തയോണൈൽ ക്ലോറൈഡ് നല്ല റിയേജന്റ് ആണ്. എന്തുകൊണ്ട് ഇത് ചോദിക്കും. ഫിംഗിൾസ്റ്റെയിനും സ്റ്റാർച്ച് റിയാക്ഷനും ഇല്ലാതെ ക്വസ്റ്റ്യൻ പേപ്പർ ഇല്ല. നെയിംഡ് റിയാക്ഷൻസ് ആണ്, അപ്പൊ അത്രയും ഇമ്പോർട്ടൻസ് അതിന് കൊടുക്കണം. SN1 SN2 റിയാക്ഷൻ ഡിഫറൻഷിയേറ്റ് ചെയ്യാൻ മക്കളെ 100% സ്ഥിരം ക്വസ്റ്റ്യൻ ആണല്ലേ. സാൻഡ്-മേയേഴ്സ് റിയാക്ഷൻ, ലെസ് റിയാക്ടിവിറ്റി ഓഫ്, ഇറ്റ്സ് വെരി വെരി ഇമ്പോർട്ടന്റ്, ലെസ് റിയാക്ടിവിറ്റി ഓഫ് അറൈൽ ഹാലൈഡ്സ്. Aryl halides are less reactive towards to nucleophilic substitution reaction. Why എന്ന് ക്വസ്റ്റ്യൻ ചോദിക്കാറുണ്ട്. ഫ്രിയോഡ് DDT ക്ലോറോഫോം വളരെ ഇമ്പോർട്ടന്റ് ആയിട്ട് ഈ ചാപ്റ്ററിൽ നിന്ന് നിങ്ങൾ പഠിച്ചിരിക്കേണ്ട. അതിൽ ക്ലോറോഫോമിന്റെ ക്വസ്റ്റ്യൻ എന്താണ്? വൈ ക്ലോറോഫോം ഈസ് സ്റ്റോർഡ് ഇൻ കളേർഡ് ബോട്ടിൽ. എന്തുകൊണ്ടാണ് ക്ലോറോഫോം കളേർഡ് ബോട്ടിൽ സൂക്ഷിക്കുന്നതെന്ന് ക്വസ്റ്റ്യൻ പേപ്പറിൽ ഉണ്ടാവാറുണ്ട്. റെഡി അല്ലേ? ഓക്കെ, നെക്സ്റ്റ് ചാപ്റ്റർ ആൽക്കഹോൾ, ഫിനോൾസ് ആൻഡ് ഈതേഴ്സ് ആണ്. ആൽക്കഹോളിൽ ആദ്യം തന്നെ പ്രിപ്പറേഷൻ മെത്തേഡുകൾ പഠിച്ചു വെക്കുക. അവിടെ കൺവേർഷനും കാര്യങ്ങളും ഒക്കെ ആയിരിക്കും നിങ്ങളോട് ചോദിക്കുക. അപ്പൊ പ്രൈമറി എന്താണ്, സെക്കൻഡറി എന്താണ്, ടെർഷ്യറി എന്താണെന്ന് അറിയണം. അവരുടെ പ്രിപ്പറേഷൻ, ആൽക്കഹോളിന്റെയും ഫീനോളിന്റെയും ഈതേഴ്സിന്റെയും പ്രിപ്പറേഷൻസ്, ഫിസിക്കൽ പ്രോപ്പർട്ടീസ് അല്ലെ, അവരുടെ ബോയിലിംഗ് പോയിന്റും സോലബിലിറ്റിയും ഒക്കെ ചോദിക്കാറുണ്ട് സ്ഥിരമായിട്ട്. അതേപോലെ ലൂക്കാസ് ടെസ്റ്റ്, എന്താണ് ലൂക്കാസ് ടെസ്റ്റ് എന്ന് ചോദിക്കും. എന്താണ് ലൂക്കാസ് റിയേജന്റ് എന്ന് ചോദിക്കും. പ്രൈമറി, സെക്കൻഡറി, ടെർഷ്യറി ആൽക്കഹോളിനെ തിരിച്ചറിയാൻ യൂസ് ചെയ്യുന്നതാണ് ലൂക്കാസ് ടെസ്റ്റ്. ഓർഡർ ഓഫ് അസിഡിറ്റി ഓഫ് പ്രൈമറി, സെക്കൻഡറി, ടെർഷ്യറി ആൽക്കഹോളിലെ അസിഡിറ്റി ചോദിക്കാറുണ്ട്. പ്രിപ്പറേഷൻ ഓഫ് ഫീനോൾ ഫ്രം ക്ലോറോബെൻസീൻ ആൻഡ് ക്യുമീൻ. ഇറ്റ്സ് വെരി ഇമ്പോർട്ടന്റ്. ക്യുമീൻ എന്ന പ്രിപ്പറേഷൻ ഓർമ്മിച്ച് വെച്ചോ. അതേപോലെ പിക്രിക് ആസിഡ് എന്താണെന്ന് ചോദിക്കും. 2,4,6 ട്രൈനൈട്രോ ഫീനോളിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് പിക്രിക് ആസിഡ്. പിക്രിക് ആസിഡിന്റെ സ്ട്രക്ചർ സ്ഥിരം ക്വസ്റ്റ്യൻ പേപ്പർ ഇല്ല. അതേപോലെ ഫീനോളിന്റെ റിയാക്ഷൻസ് വളരെ ഇമ്പോർട്ടന്റ് ആണ് കുഞ്ഞുങ്ങളെ. അവിടെ റൈമറ്റൈമൻ റിയാക്ഷൻ ചോദിക്കാറുണ്ട്, കോൾസ് റിയാക്ഷൻ ചോദിക്കാറുണ്ട്, ബ്രോമിനേഷൻ ഓഫ് ഫീനോൾ ചോദിക്കാറുണ്ട്. അതേപോലെ വില്യംസൺ സിന്തസിസ്, ഈതറിന്റെ പ്രിപ്പറേഷൻ ആണ്. ഈതറിന്റെ പോർഷനിൽ ആ ഒരു ചോദ്യം മിസ്സാക്കരുത്. ഈതറിന്റെ കെമിക്കൽ പ്രോപ്പർട്ടീസ് ഒറ്റ ക്വസ്റ്റ്യൻ മാത്രമേ ഉണ്ടാവാറുള്ളൂ. റിയാക്ഷൻ വിത്ത് ഹൈഡ്രോജൻ അയോഡൈഡ്. ഈ ഒറ്റ ഒരു പാർട്ട് മാത്രമേ NCERT പറയുന്നുള്ളൂ. അത് സ്ഥിരം ക്വസ്റ്റ്യൻ ആണ്. അത് പഠിച്ചു പോയാൽ 2 മാർക്ക് ഉറപ്പാണ് ഓർഗാനിക്. അടുത്തത് ആൽഡിഹൈഡ്സ്, കീറ്റോൺസ് ആൻഡ് കാർബോക്സിലിക് ആസിഡ്. എനിക്ക് ഏറ്റവും കൂടുതൽ നെയിംഡ് റിയാക്ഷൻസ് ഉള്ള ചാപ്റ്റർ ആണ്. അപ്പൊ ഈ കാണുന്ന നെയിംഡ് റിയാക്ഷൻസ് ഒക്കെ ഈ ചാപ്റ്ററിൽ നിന്ന് നിങ്ങൾ ഒരിക്കലും മിസ് ചെയ്യാനായിട്ട് പാടില്ല. അതുപോലെ അവരുടെ ഫിസിക്കൽ പ്രോപ്പർട്ടീസും അറിഞ്ഞിരിക്കണം. ഒരുപാട് നെയിം റിയാക്ഷൻ നമ്മൾ ഓരോന്നായിട്ട് പറയേണ്ട ആവശ്യമില്ല. നെക്സ്റ്റ് ചാപ്റ്റർ അമൈൻസ് ആണ്. കുഞ്ഞു ചാപ്റ്റർ ആണ്, ഈസി ആയിട്ട് സ്കോർ ചെയ്യാൻ പറ്റുന്ന ഒരു ചാപ്റ്റർ ആണ്. ഇതിലും അമൈൻസിന്റെ പ്രിപ്പറേഷൻ മെത്തേഡുകളാണ് ആദ്യം തന്നെ എന്താണ് ബേസിക് നേച്ചർ, അലിഫാറ്റിക് അമൈനുകളും അരോമാറ്റിക് അമൈനുകളും അമോണിയയും എല്ലാം കമ്പാരിസൺ ചോദ്യമാണ്. ഹിൻസ്ബർഗ് ടെസ്റ്റ്, നമ്മൾ ആൽക്കഹോൾ പറഞ്ഞതുപോലെ പ്രൈമറി, സെക്കൻഡറി, ടെർഷ്യറി അമൈനുകളെ ഡിസ്റ്റിംഗ്വിഷ് ചെയ്യാനുള്ള ടെസ്റ്റ് ആണ്. അപ്പൊ ഹിൻസ്ബർഗ് റിയേജന്റ് എന്താണെന്ന് ചോദിക്കും. സ്ഥിരം ചോദിക്കുന്ന ഒരു ചോദ്യമാണ്. നൈട്രേഷനും അതേപോലെ ബ്രോമിനേഷനും സൾഫോണേഷനും, ആ 3 റിയാക്ഷൻസ് ഒന്ന് പഠിക്കുക. അവിടെ കൺട്രോൾഡ് നൈട്രേഷനും കൺട്രോൾഡ് ബ്രോമിനേഷനും NCERT ടെക്സ്റ്റ് ബുക്കിൽ ഉണ്ട്. അതൊന്ന് പഠിച്ചേക്കെ. ഡയസോട്ടൈസേഷൻ റിയാക്ഷൻസ് എക്സാമിന് വരുന്ന ഒരു പോർഷൻ ആണ്. അതേപോലെ എനിക്കൊന്ന് ബെൻസീൻ, ഡയസോണിയം സോൾട്ടും കൂടെ ആയതുകൊണ്ട് ഈ ചാപ്റ്ററിലെ കംപ്ലീറ്റ് കാര്യങ്ങൾ നമ്മൾ പറഞ്ഞു. അത്രയും ഇമ്പോർട്ടന്റ് ചോദ്യങ്ങൾ ആയതുകൊണ്ടാണ് ഈ ചാപ്റ്റർ കംപ്ലീറ്റ് നമ്മൾ കവർ ചെയ്യേണ്ടതായിട്ടുണ്ട്.
ബയോമോളിക്യൂൾസ് എനിക്ക് തോന്നുന്നു ഓരോന്ന് ഒരു 2 മാർക്ക് എയിം ചെയ്ത് ഓരോ പോർഷനും പഠിക്കുക. അതിൽ കാർബോഹൈഡ്രേറ്റുകൾ വളരെ ഇമ്പോർട്ടന്റ് ആണ്. കാർബോഹൈഡ്രേറ്റിന്റെ ക്ലാസിഫിക്കേഷൻ, മോണോസാക്കറൈഡ്, ഒലിഗോസാക്കറൈഡ്, പോളിസാക്കറൈഡ് സ്ഥിരം ചോദിക്കും. NCERT-യിലുള്ള മുഴുവൻ എക്സാമ്പിളുകളും പഠിക്കണം. വൈറ്റമിൻസ്, ഫാറ്റ് സോലുബിൾ വൈറ്റമിൻസ്, വാട്ടർ സോലുബിൾ വൈറ്റമിൻസ്, വൈറ്റമിനുകൾ അറിയണം, അവരുടെ ഡെഫിഷ്യൻസി ഡിസീസ് അറിയണം, ന്യൂക്ലിക് ആസിഡ്, അതേപോലെ തന്നെ കാർബോഹൈഡ്രേറ്റിന്റെ ക്ലാസിഫിക്കേഷൻ ഓൾറെഡി പറഞ്ഞു. പ്രോട്ടീൻസ്, അമിനോ ആസിഡ്സിന്റെ ക്ലാസിഫിക്കേഷൻ സ്ഥിരം എക്സാമിന് ചോദിക്കാറുണ്ട്. DNA-യും RNA-യും തമ്മിലുള്ള ഡിഫറൻസ് പഠിക്കണം. ഈ കാര്യങ്ങളൊക്കെ ബയോമോളിക്യൂൾസിൽ നിന്ന് പഠിക്കുക. അപ്പൊ ഇത്രയും ടോപ്പിക്സ് കവർ ചെയ്യാൻ ശ്രമിക്കുക. ഓൾമോസ്റ്റ് എല്ലാ ടോപ്പിക്സും ഉണ്ട്. നന്നായിട്ട് പഠിക്കുക. ഓൾ ദി ബെസ്റ്റ്.